വനുനസ്സിലു മിനൽ ഖുർആൻ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ തന്നുവല്ലോ, മാ ഹുവ ശിഫാ, അത് നിങ്ങളുടെ ശരീരത്തിന് ശിഫയാണ്, ഖൽബിന് ശിഫയാണ്, വറഹ്മ, നിങ്ങൾക്ക് റഹ്മത്താണല്ലോ, കരുണയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് വരും വീട്ടിലെ, കരുണ വരും വീട്ടിൽ. റഹ്മത്തിറങ്ങണമെങ്കിൽ ഖുർആൻ ഓതുന്ന വീടുകളാകണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സീരിയലുകൾ ആരംഭിക്കുകയായി. ഉമ്മമാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നഫഹാത്തുകൾ കടന്നു വരുന്ന നേരമാണ്. മഗ്രിബ് നിസ്കാരമായി കഴിഞ്ഞാൽ അവന്റെ റഹ്മത്തിന്റെ പരിശുദ്ധമായ കാറ്റുകൾ അടിച്ചു വീശുന്ന സമയമാണ്. ആ വീടുകളിൽ നിങ്ങളുടെ ടെലിവിഷനുകൾ ഓൺ ചെയ്ത് അന്യ സംസ്കാരങ്ങളുടെ സീരിയലുകൾ നിങ്ങൾ കാണുന്നത്, അമ്മായിമ്മയും മക്കളും തെറ്റിപ്പിക്കുന്ന സീരിയലുകൾ കാണുന്നത്, സ്വന്തം ഭർത്താവിനെ സംശയിപ്പിക്കുന്ന സീരിയലുകൾ കാണുന്നത്, ഭാര്യ വേശ്യാവൃത്തി ചെയ്തു എന്ന് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് കാണുന്നത്, തോന്നിവാസം ചെയ്തു മനുഷ്യന്റെ മുഖം വീർപ്പിച്ച് പൊട്ടിത്തെറികൾ വീടിന്റെ അകത്തുണ്ടാക്കാൻ പിശാച് തലയിൽ കയറിയ മനുഷ്യന്മാർ പടച്ചുണ്ടാക്കി വിടുന്ന സീരിയലുകൾ മുസ്ലിം വീടുകളിൽ കാണപ്പെടുമ്പോൾ ഓർക്കണേ, റഹ്മത്തിന്റെ മലക്കുകൾ ഒരു നോട്ടം പോലും നോക്കാതെ ആ വീടിലേക്ക് കയറാതെ തിരിച്ചു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മഗ്രിബായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന ഓതിയിരുന്ന സമയങ്ങൾ, കാലങ്ങൾ ഉണ്ടായിട്ടില്ലേ? ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചിരുന്ന കാലങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഹജ്ജാദ് റാത്തീബുകൾ ചൊല്ലിയിരുന്ന കാലമില്ലേ? മക്കളോടൊപ്പം മദ്രസയിലെ പാഠപുസ്തകങ്ങൾ ഒന്ന് വായിക്കുമോനെ എന്ന് പഠിച്ചുപോയി ഉമ്മ മറന്ന കാര്യങ്ങൾ മക്കളോടൊപ്പം ഓർത്തെടുക്കാനുള്ള അവസരം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നില്ലേ? എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു വിരുന്നുകാര് വന്നാൽ വീട്ടുകാർക്ക് ദേഷ്യം. ഈ നേരത്തെ വരാൻ കണ്ടത് സീരിയൽ മുടങ്ങിയാലും, ഫോൺ ചെയ്താലും മോശം, ഇഷ്ടക്കേട്, വെറുപ്പ്. ആ നേരത്ത് ആരും വരണ്ട, ആരും മിണ്ടണ്ട, മക്കളെ നോക്കണ്ട. ഇത് ചാനലുകളിൽ നിന്ന് മാറി കൈകളിൽ പിടിച്ച് കളിക്കുന്ന കളി. ഉമ്മമാരെ, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാതെ പോകാനുള്ള കാരണമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാതെ പോകാൻ കാരണമാണ്. അങ്ങനത്തെ വീടുകളിൽ നിന്ന് എങ്ങനെയാണ് നല്ല നന്മയുള്ള മക്കളുണ്ടായി വരിക? അങ്ങനത്തെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കള് അവർക്കൊറ്റക്ക് നടക്കാനും ഓടാനും ചാടാനുമുള്ള ആരോഗ്യമാകുമ്പോൾ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഒടിച്ചോടിയെങ്കിലല്ലേ, ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വല്ലവരെയും ഇറക്കിക്കൊണ്ടുവന്നെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വഹൽ യുർജാ ലിഅത്ഫാലിൻ സ്വലാഹു ഇദർതദഉ ഹുദിയൻ നാഖിഫാതി. ഉമ്മമാർക്ക് നന്മയില്ലെങ്കിൽ, ആ ഉമ്മമാർക്ക് നന്മയില്ലെങ്കിൽ എങ്ങനെയാണ് മക്കൾക്ക് നന്മയുണ്ടാവുക? അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കണം. മുസ്ലിമത്തായ പെണ്ണെ, മുസ്ലിമായ ആണേ, സീരിയലുകൾ കാണുന്ന, സിനിമ കാണുന്ന സംസ്കാരമൊക്കെ നിർത്തിവെച്ചേക്കണം. എത്രയും വിലപ്പെട്ട ഒരു ജീവനാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്. ഈ കൈകാലുകൾ അനങ്ങുന്നത് ആ റൂഹ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. ഖുലിർറൂഹു മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ് റൂഹ്. അത് അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ നീ മയ്യിത്താണ്, നിനക്ക് അനങ്ങാൻ പറ്റില്ല. എത്ര നേരം വരെയാണ് നിന്നെ അള്ളാഹു വെച്ചേക്കുകയെന്ന് നിനക്കറിയുകയില്ലല്ലോ. എത്രയും വിലപ്പെട്ട നിഅമത്ത് നിന്റെ കയ്യിൽ തന്നിട്ട് നശിപ്പിച്ചു കളയല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി കൊടുക്കാനുള്ള ശരീരമാണിത്. എങ്ങനെ നീ യൂസ് ചെയ്തു നിന്റെ ശരീരം, എന്ത് ചെയ്തു എന്ന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ട ശരീരമാണ്. വിശുദ്ധ ഖുർആൻ എന്ന റഹ്മത്തിനെ നമ്മൾ അട്ടിപ്പുറത്താക്കല്ലേ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലാഖമാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാക്കല്ലിൻ. വനുനസ്സിലു മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് നാം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാ ഹുവ ശിഫാഉൻ വറഹ്മ, നിങ്ങൾക്ക് റഹ്മത്തും നിങ്ങളുടെ അസുഖങ്ങൾക്ക് ശിഫയും ഈ ഖുർആനിലുണ്ട് എന്ന് പരിശുദ്ധ റബ്ബ് ജലാലു, അല്ലാഹുവിന്റെ ജല്ല ജലാലുവിന്റെ വചനമാണ്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ നഷ്ടമല്ലാതെ വരുത്തുകയില്ല. അള്ളാഹുവിന്റെ കലാമൊന്നും എടുത്തു നോക്കാൻ പറ്റാതെ റജബ് മാസമാണ് വന്നിരിക്കുന്നത്. ശഅബാനും റജബും അള്ളാഹു വെച്ചത് റമളാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. ഒരു സുന്നത്ത് നോമ്പ് പോലും എടുത്തില്ല റജബിൽ. അള്ളാഹുവിന് വേണ്ടി ഒരു ഖിയാമുൽ ലൈൽ പോലും ആരംഭിച്ചിട്ടില്ല. ഖുർആനൊന്ന് തുറന്നു നോക്കാൻ നേരം കിട്ടിയിട്ടില്ല. റജബ് ഓടിപ്പോകും, ശഅബാൻ അതിലും വേഗം റമളാനും കഴിഞ്ഞു പോയാൽ, അള്ളാഹുവേ, റമളാൻ ഒരാൾക്ക് വരികയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ
അബ്അദഹുല്ലാഹു മിർ റഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യം അയാൾക്ക് ലഭിക്കാതിരിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അതിന് ആമീൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിലെ ഒരുങ്ങിക്കോളൂ, റജബ് കഴിയാൻ പോവുകയാണ്, ശഅബാൻ വരുന്നുണ്ട്, പെട്ടെന്ന് കഴിയും. റമദാൻ നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗം റമദാനും കഴിഞ്ഞു പോകും. പുണ്യമുള്ള സമയങ്ങൾ അങ്ങനെയാണ് കഴിയുക. ഇപ്പോഴേ ഒരുങ്ങിയില്ലെങ്കിൽ ലഭിക്കില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വീട്ടിലുണ്ടായിരിക്കെ അത് തുറന്നു നോക്കാത്ത വാലിമീങ്ങൾക്ക് ഈ ഖുർആൻ നഷ്ടമാണ് വരുത്തിവെക്കുന്നത് എന്ന് അല്ലാഹു ജല്ല ജലാലു. എന്താണ് ആ നഷ്ടം? അല്ലാഹുവേ, ഞാൻ പൊടി പിടിച്ച് ഷെൽഫിൽ കടന്നിട്ടുണ്ട് പടച്ചവനെ 11 മാസം. ഖുർആൻ സാക്ഷി പറയും, പൊടി പിടിച്ച് കടന്നിട്ടുണ്ട് റബ്ബേ, അലമാരയിൽ എന്നെ തുറന്നു നോക്കാൻ അവർക്ക് നേരം കിട്ടിയിട്ടില്ല അല്ലാ എന്ന് ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ നഷ്ടമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.